Guys, welcome and welcome back to our channel, The Tarot Expression. ഇന്നത്തെ നമ്മുടെ റീഡിംഗ് എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സന്റെ ഫീലിങ്സ് എന്താണ് ടുവേർഡ്സ് യു, ദാറ്റ് മീൻസ് കറന്റ് ഫീലിങ്സ് ടുവേർഡ്സ് യു എന്താണെന്ന് ക്വിക്ക് അപ്ഡേറ്റ് ആണ്. ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ്. അപ്പോൾ ഇത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റെസണേറ്റ് ആവും. ഇത് ടൈംലെസ് ആണ്. സോ എപ്പോഴാണ് നിങ്ങളുടെ മുന്നിൽ എത്തുന്നത് അപ്പോഴായിരിക്കും നിങ്ങൾക്ക് ഇത് റെസണേറ്റ് ആവുക. ഇറ്റ്സ് എ ക്വിക്ക് എനർജി. നിങ്ങളുടെ പാർട്ട്ണറും നിങ്ങളുമായിട്ട് പെട്ടെന്നൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് വന്നതുപോലെ, അല്ലെങ്കിൽ അവർ നിങ്ങളടുത്ത് സംസാരിക്കാൻ താല്പര്യപ്പെടാത്തതുപോലെ, അല്ലെങ്കിൽ ഇത്രയും ദിവസം ഉണ്ടായിരുന്ന എനർജിയിൽ നിന്ന് വളരെയധികം വ്യത്യാസപ്പെട്ട ഒരു എനർജിയിൽ നിങ്ങളുടെ പേഴ്സൺ നിൽക്കുന്നുണ്ട്. അല്ലെങ്കിൽ മേ ബി ഈ ഒരു പേഴ്സണ് ചേഞ്ചസ് വന്നതായിട്ട്, അല്ലെങ്കിൽ നിങ്ങളും ഈ ഒരു പേഴ്സണും ചിന്തിച്ച വേവ് ലെങ്തുകൾ വ്യത്യാസം വന്നതായിട്ടോ, അല്ലെങ്കിൽ നിങ്ങൾ അവരോട് പറയുന്ന കാര്യങ്ങൾ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് അറിയോ, അല്ലെങ്കിൽ അതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ, ചുമ്മാ കുഞ്ഞു കളി കളിക്കുന്നൊരു എനർജിയാണോ നിങ്ങളുടേത്, അല്ലെങ്കിൽ നിങ്ങൾക്കൊന്നും പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ലല്ലോ, എനിക്കിതിൽ താല്പര്യമില്ല, ഇങ്ങനത്തെ രീതിയിലുള്ള കോൺവെർസേഷൻസ് നിങ്ങളുടെ ഇടയിൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്ന് കാണിക്കുന്നുണ്ട്. ആൻഡ് ടു ബി ഫ്രാങ്ക്, എൻ്റെ അഭിപ്രായത്തിൽ ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള വേൾഡിനോട് വളരെയധികം അട്രാക്റ്റഡ് ആണ് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അല്ലെങ്കിൽ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളോട്, അല്ലെങ്കിൽ മേ ബി അവരുടെ സൈഡ് സേഫ് ആക്കാൻ നോക്കുന്ന ഒരു എനർജിയിൽ നിൽക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് അവര് ഇംബാലൻസ്ഡ് ആണ്. അപ്പോൾ അവരും കൂടി എന്തോ പല കാര്യങ്ങളിൽ പിടിക്കപ്പെടാതിരിക്കാൻ അവർക്ക് അങ്ങനെയൊന്നും ഇല്ല എന്നൊരു ധാരണയിലൊക്കെ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഒരു എനർജി കാണിക്കുന്നുണ്ട്. അല്ലെങ്കിൽ എനിക്ക് മനസ്സിലാവുന്ന എനർജി എന്താണെന്ന് വെച്ചാൽ, നോ കോണ്ടാക്ട് സിറ്റുവേഷൻ എഴുന്നിട്ട് ഈ ഒരു പേഴ്സൺ പെട്ടെന്ന് കോണ്ടാക്ട് സിറ്റുവേഷനിൽ വന്നിട്ട് നമ്മൾ ഉദ്ദേശിച്ചിരുന്ന, നമ്മൾ വിചാരിച്ചിരുന്ന എനർജിയിലല്ല ഈ പേഴ്സൺ എൻ്റയർലി വേറൊരു എനർജിയിലുള്ള ആളാണ്. നമ്മൾ എന്ത് ചിന്തിക്കുന്നോ അതെല്ലാം തെറ്റാണ് എന്ന രീതിയിൽ സ്ഥാപിക്കാൻ ഒരു പേഴ്സൺ ശ്രമിക്കുന്നുണ്ട്. അതുപോലെ വളരെ അൺപ്രഡിക്റ്റബിൾ എനർജി ആയിട്ടും എനിക്കതിനകത്ത് ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് ചില സമയങ്ങളിൽ ഈ പേഴ്സൺ വളരെ സന്തോഷവാനും അല്ലെങ്കിൽ സന്തോഷവതിയായിരിക്കും. ചില സമയങ്ങളിൽ നമ്മൾ ഈ പേഴ്സണെ കുറിച്ച് ചോദിച്ചാൽ അവർ വളരെയധികം റെസ്ട്രിക്റ്റ് ചെയ്യുന്നു എനർജി. അതുപോലെ തന്നെ നമ്മളിൽ നിന്ന് പിറകോട്ടേക്ക് വലിയുന്നു. ചിലപ്പോൾ ഇവർ പറയുന്നത് ഇവർക്ക് ഇതിനകത്ത് ഇൻട്രസ്റ്റ് ഇല്ല എന്നാണ്, ചിലപ്പോൾ ഇവർ പറയുന്നു താല്പര്യമുണ്ട് എന്ന്. എനിക്ക് തോന്നുന്നത് ഈ ഒരു പേഴ്സൺ മൂൺ എനർജിയിൽ വളരെയധികം ഫ്ലക്ച്വേഷൻ ഈ ഒരു പേഴ്സന്റെ ജീവിതത്തിൽ വരുന്നതായിട്ട് കാണുന്നുണ്ട്. പലപ്പോഴും പലതിനും ബൗണ്ടറി ഇടുന്നുണ്ട്. ആൻഡ് നമ്മൾ ബൗണ്ടറി ഇട്ട് ശരി വേണ്ട ഇനി പോണ്ട എന്ന് വിചാരിക്കുമ്പോൾ ഈ ഒരു പേഴ്സൺ തിരിച്ച് നമ്മളെ ചേസ് ചെയ്യുന്ന പോലെ കാണുന്നുണ്ട്. മേ ബി നിങ്ങളൊരു സോൾമേറ്റ് ട്വിൻ ഫ്ലെയിം ജേർണിയിലായിരിക്കാം. നിങ്ങളുടെ ജേർണിയിൽ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടായിരിക്കാം. പല ആൾക്കാരുടെ അടുത്തും എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ചിലപ്പോൾ എല്ലാം അവസാനിച്ചിട്ട് നിങ്ങൾ ഒന്നേന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ട അവസ്ഥ പോലും ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വന്നിരിക്കാം. ഇതൊരു റാൻഡം എനർജിയാണ്. സോ ഇതിനകത്തുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് റെസോണേറ്റ് ആകുന്നുണ്ട്, നിങ്ങളുടെ മുന്നിൽ വന്ന് പെട്ടിട്ടുണ്ടെങ്കിൽ 100% ഇതിൽ വരുന്ന ഓരോ സെന്റൻസും നിങ്ങളുടെ ജീവിതത്തിൽ ആപ്ലിക്കബിൾ ആകും. ഓക്കെ. ടെമ്പറൻസ്, നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ റിലേഷൻഷിപ്പ് എല്ലാം ബാലൻസ് ചെയ്യേണ്ടത് നിങ്ങളാണ്. എപ്പോഴാണോ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് തന്നെ ഇൻട്രസ്റ്റ് ഇല്ലാതെ ആകുന്നത്, അപ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്യാൻ സാധിക്കും എന്നതാണ്. ഓവറോൾ എനർജിയിൽ എനിക്ക് മനസ്സിലാവുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു പേഴ്സൺ മൈൻഡ് ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളെ അവരുടെ മൈൻഡിൽ അവരെന്താണോ ആഗ്രഹിക്കുന്നത് അതനുസരിച്ച് കുറെ കൺട്രോൾ ചെയ്യാനും കുറെ ബൗണ്ടറിയിൽ ഇടാനും ശ്രമിക്കുന്ന ഒരു എനർജി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പലപ്പോഴും നിങ്ങളുടെ എനർജി പേഴ്സന്റെ എനർജിയും മൂണുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട്. അതായത് ചില സമയങ്ങളിൽ കൈൻഡ് ഓഫ് നമ്മൾ പറയില്ലേ കറുത്ത വാവ്, അതായത് നമ്മളെ തന്നെ ഉപദ്രവിക്കുന്ന ഒരു എനർജി, ഒരു ഈവിളിഷ് എനർജി നിങ്ങളുടെ പേഴ്സണിൽ നിന്ന് പൊങ്ങി വരുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ചില സമയത്ത് ഫുൾ മൂൺ എനർജി, അതായത് ചെയ്തു പോയ തെറ്റുകൾക്കെല്ലാം മാപ്പ് ചോദിക്കുന്ന ഒരു എനർജി നിങ്ങളുടെ പേഴ്സൺ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. പലപ്പോഴും നിങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തിക്ക് ഒരു നെഗറ്റീവ് സൈഡും ഉണ്ട്, ഒരു പോസിറ്റീവ് സൈഡും ഉണ്ട് എന്ന് മനസ്സിലാക്കുക. പലപ്പോഴും ഈ ഒരു പേഴ്സൺ ഒരു നെഗറ്റീവ് സൈഡില് മുകളിലേക്ക് വരുന്നു, അല്ലെങ്കിൽ സ്വന്തം കാര്യം മാത്രം നോക്കുന്ന കൈൻഡ് ഓഫ് എനർജിയിൽ ഈ പേഴ്സൺ നിൽക്കുന്ന ഇതുപോലെയാണ് എനിക്ക് കാണുന്നത്. മെയിൻലി നമ്മൾ മുമ്പ് റീഡിങ്സിൽ പറയുന്നത് പോലത്തെ കാപ്രിക്കോൺ എനർജി എന്ന് പറയുന്നത് കുറച്ചൊരു ഡിഫിക്കൽട്ട് എനർജിയാണ്. അല്ലെങ്കിൽ കാപ്രിക്കോൺ എനർജിയിൽ ഒരു നെഗറ്റീവ് ഫേസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ആൻഡ് എക്സ്പെഷ്യലി ജെമിനി, ലിബ്ര, അക്വാരിയസ്, ക്യാൻസർ, പൈസസിന് ചിലപ്പോൾ ഒരു മോശപ്പെട്ടൊരവസ്ഥ വരാനുള്ള സാധ്യതയുണ്ടെന്ന് കാണിക്കുന്നുണ്ട്. എല്ലാവരുടെ കാര്യമല്ല ഞാൻ പറയുന്നത് കേട്ടോ.
പിന്നെ ഓൾസോ സ്കോർപ്പിയോൺ, വാട്ടർ എനർജി ഉണ്ട്, പക്ഷെ അതിലെനിക്ക് പൈസസിനും അതുപോലെ തന്നെ നമ്മുടെ ക്യാൻസറിനും അത്രത്തോളം മോശം എനർജി കാണുന്നില്ല. പക്ഷെ സ്കോർപ്പിയോൺ ഒന്ന് സൂക്ഷിക്കുക. ഓക്കെ, പ്ലീസ് 6 ഓഫ് കപ്സ്. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ലോയലിറ്റിയെ ഇവിടെ ചൂഷണം ചെയ്യുന്നത് പോലത്തെ ഒരു ഫീലിംഗ് വരുന്നുണ്ട്. നിങ്ങൾക്ക് നൈറ്റ് മെയർസോ അമിതമായി വിഷമമോ സങ്കടമോ വരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ട്രസ്റ്റ് വർത്ത് ആണോ എന്ന് തീർച്ചയായിട്ടും ഒന്ന് ചെക്ക് ചെയ്യുക. ബിക്കോസ് നിങ്ങളുടെ പേഴ്സൻ്റെ വൈബ്രേഷൻ അനുസരിച്ചിട്ട് അനാവശ്യമായിട്ടുള്ള, ഇപ്പം നിങ്ങളുടെ കണക്ഷൻ ഓക്കെ ആണെങ്കിൽ ദയവേദി ഈ ഒരു റീഡിങ് എടുക്കരുത്. നിങ്ങളുടെ കണക്ഷൻ ഓക്കെ അല്ലെങ്കിൽ മാത്രം കാണുക, ഇല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം. ബിക്കോസ് ഇതൊരു ഓക്കെ അല്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ക്ലാരിഫിക്കേഷൻ ആണ് ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്നത്. ഇതിനകത്ത് ഈ 2 ഓഫ് പെൻറ്റിക്കിൾസ് എനർജിയിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നത് അപ്പുറത്തും ഇപ്പുറത്തും ചാടി കളിക്കുന്ന ഒരു എനർജി നിങ്ങളുടെ പേഴ്സണുണ്ട്. അതുപോലെ നിങ്ങളുടെ അടുത്ത് നിന്ന് ഡിറ്റാച്ച് ചെയ്താലോ അല്ലെങ്കിൽ ഈ ഒരു കണക്ഷനിലേക്ക് എഫേർട്ട് എടുക്കാത്ത ഒരു എനർജി ഈ വ്യക്തിയിൽ കാണിക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ ചീറ്റ് ചെയ്യുന്നു എന്ന ആരോപണം നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അവർ ചീറ്റ് ചെയ്തിട്ട് ഇപ്പോൾ മേ ബി നമ്മുടെ ഭാഗത്തു നിന്ന് തെറ്റുണ്ടായിട്ടുണ്ടാവില്ല, ഞാൻ പറയുന്നില്ല. പക്ഷെ നിങ്ങളുടെ മേത്തത് ചാരാനും നിങ്ങളെ സ്പൈ ചെയ്യാനും നിങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്തോ എന്ന് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനും ശ്രമിക്കുന്ന, അല്ലെങ്കിൽ അത് കണ്ടുപിടിക്കാൻ പിറകെ നടക്കുന്ന ഒരു എനർജി കാണുന്നുണ്ട്. അതുപോലെ തന്നെ സാമ്പത്തികമായിട്ട് നിങ്ങൾക്ക് ഒത്തിരി റെസ്ട്രിക്ഷൻസ് ഈ പേഴ്സൺ ഉണ്ടാക്കുന്നുണ്ട്. അല്ലെങ്കിൽ മേ ബി ഫിനാൻഷ്യലി നിങ്ങളുടെ അടുത്ത് നിന്ന് അമിതമായിട്ട് കാശ് മേടിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് കാണുന്നുണ്ട് നെക്സ്റ്റ് 6 മന്ത്സിൽ. അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടേണ്ടതായിട്ടുള്ള ആ ഒരു കാര്യം നിങ്ങൾക്ക് തിരിച്ചു തരാതിരിക്കുക, അതിനെ ബ്ലോക്ക് ചെയ്യുക. മേ ബി കഴിഞ്ഞ 9 മന്ത്സ് ആയിട്ട് നിങ്ങൾ ചോദിക്കുന്ന കാര്യം ഈ ഒരു പേഴ്സണ് തരാൻ പറ്റുമായിരുന്നിട്ടും ഈ പേഴ്സൺ തരുന്നില്ല എന്ന കൈൻഡ് ഓഫ് എനർജിയിൽ നിൽക്കാം. അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ കൈൻഡ് ഓഫ് ലോ പരമായിട്ടുള്ള ജുഡീഷ്യലായിട്ടുള്ള കേസുകളിൽ നിങ്ങൾ പെട്ടിട്ടുണ്ട് എങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ ഒരു പോസിറ്റീവ് ഔട്ട്കം നിങ്ങൾക്ക് അതിനകത്ത് ലഭിക്കുന്നതായിട്ട് എനിക്ക് കാണുന്നില്ല. പക്ഷെ നിങ്ങളുടെ ലോയലിറ്റി പ്രൂവ് ചെയ്യുക. ബട്ട് മോർ ഓവർ ഇപ്പോൾ നിങ്ങളുടെ ഭാഗത്തും ഏറെക്കുറെ തെറ്റുള്ളതുപോലെ ആൻഡ് ആ തെറ്റിന് അവർക്ക് പരിപൂർണമായിട്ടുള്ള ഒരു സ്റ്റെബിലിറ്റി ഉള്ളതുപോലെ അത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എനർജി ഇതിനകത്ത് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ കൈൻഡ് ഓഫ് എന്തോ ഒരു ഇൻസിഡന്റ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ആ ഒരു ഇൻസിഡന്റിനെ ബേസ് ചെയ്തിട്ടുള്ള പല കാര്യങ്ങളിലും കർമ്മ ഹിറ്റിംഗ് ഉള്ളതായിട്ട് കാണുന്നുണ്ട്. എനിക്ക് തോന്നുന്നു നിങ്ങൾക്കല്ല, നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം. പല ഇൻസിഡൻസും നിങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടുള്ളതിന്റെ കർമ്മ ഹിറ്റിംഗ് ഈ ഒരു പേഴ്സണ് ലഭിക്കുന്ന പോലൊരു എനർജി വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പേഴ്സൺ ഡിഫിക്കൽട്ട് സിറ്റുവേഷനിൽ നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ ഒറ്റപ്പെടൽ തോന്നുമ്പോൾ നമ്മളെയും ഡിഫിക്കൽട്ട് സിറ്റുവേഷനിലേക്ക് തള്ളിവിടാൻ ശ്രമിക്കുന്ന ഒരു കൈൻഡ് ഓഫ് എനർജിയും ഈ ഒരു പേഴ്സണ് ഉള്ളതായിട്ട് കാണുന്നുണ്ട്. തൻ്റെ ലൈഫ് താൻ എൻജോയ് ചെയ്യുമ്പോൾ മാത്രം നിങ്ങളും എൻജോയ് ചെയ്താൽ മതി എന്നൊരു എനർജി. അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് സ്മൂത്ത് ആയിട്ട് പോകാൻ പറ്റുമെങ്കിലും ഇയാൾ അല്ലെങ്കിൽ ഇവരെ അനാവശ്യമായിട്ട് സെന്റിമെന്റൽ അപ്രോച്ചുകൾ നടത്താനും എൻ്റെ ജീവിതത്തിൽ അങ്ങനെയാണ് അതില്ല ഇതില്ല എന്നൊരു രീതിയിൽ പറയാനും അനാവശ്യമായിട്ട് ഡ്രാമ കളിക്കാനും ശ്രമിക്കുന്ന കൈൻഡ് ഓഫ് ഒരു എനർജി ഇതിനകത്ത് കാണുന്നുണ്ട്. ആൻഡ് ക്ലിയർലി വിസിബിൾ ആണ് ഈ ഒരു പേഴ്സൺ ഒരു മൂൺ ചൈൽഡ് ആണ് എന്ന്. അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും നിങ്ങളുടെ അടുത്ത് മറക്കുന്നുണ്ടായിരിക്കാം. സോ ഈ ഒരു എനർജി നിങ്ങൾക്ക് റെസണേറ്റ് ആവുകയാണെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ പേഴ്സണെ നിങ്ങൾ ബ്ലൈൻഡ്ലി ഒരിക്കലും ട്രസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നാണ് എനിക്ക് ഇതിനകത്ത് കാണുന്നത്. ബിക്കോസ് ഈ ഒരു പേഴ്സൺ സ്ലൈറ്റ്ലി നിങ്ങളെ ചീറ്റ് ചെയ്യുന്നുണ്ട് എന്നതാണ് അതിനകത്ത് കിട്ടുന്നത്. ഓക്കെ, സോ നിങ്ങളുടെ വിവാഹ ജീവിതത്തിലോ നിങ്ങളുടെ പ്രണയ ജീവിതത്തിലോ നിങ്ങൾക്ക് വിഷമങ്ങൾ വരുന്നുണ്ട്, നിങ്ങളെ അമിതമായി ബ്ലെയിം ചെയ്യുന്നുണ്ട് എങ്കിൽ ഈ ഒരു പേഴ്സണ് തേർഡ് പാർട്ടി അപ്രോച്ച് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഈ ഒരു പേഴ്സൺ ഈ ഒരു കണക്ഷനിൽ നിന്ന് ഡിറ്റാച്ച് ആവാൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങളെ ലോങ് വെയിറ്റ് ചെയ്യിപ്പിച്ച് നിങ്ങൾ തന്നെ ഇതിൽ നിന്ന് ഡിറ്റാച്ച് ആയപ്പോൾ അവർക്ക് അത്രത്തോളം സൗകര്യം അങ്ങനത്തെ എനർജിയിൽ നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് കാർമിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആണെങ്കിൽ അതിൽ സ്റ്റിക്ക് ചെയ്തിരിക്കാതെ അതിൽ നിന്ന് മൂവ് ഓൺ ആകാൻ ശ്രമിക്കൂ. അപ്പോഴായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കൊരു പോസിറ്റിവിറ്റി കിട്ടുക. പിന്നെ നമ്മളെ നെഗറ്റീവായിട്ട് അല്ലെങ്കിൽ നമ്മളെ വേദനിപ്പിക്കുന്നവർക്ക് തീർച്ചയായിട്ടും കർമ്മ ഹിറ്റ് ചെയ്യും. അത് യൂണിവേഴ്സിന്റെ കയ്യിൽ കൊടുക്കുക. നിങ്ങൾ സ്പിരിച്വലി അവേക്കൻഡ് ആവുക, ഡിറ്റാച്ച്ഡ് ആവുക, ന്യൂ ജേർണി സ്റ്റാർട്ട് ചെയ്യുക. ന്യൂ ജേർണി സ്റ്റാർട്ട് ചെയ്യാന്ന് ഉദ്ദേശിക്കുന്നത് ന്യൂ റിലേഷൻഷിപ്പ് അല്ല, വിത്തിൻ ന്യൂ നിങ്ങൾക്ക് വേണ്ടി ന്യൂ ജേർണി നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. ആൻഡ് മൈൻഡ് റിലാക്സ്ഡ് ആക്കിയിരിക്കാൻ ശ്രമിക്കുക.
അതുപോലെ തന്നെ വേറൊരു വ്യക്തിക്കും നമ്മളെ കൺട്രോൾ ചെയ്യാനോ നമ്മളെ വേദനിപ്പിക്കാനോ സാധിക്കത്തില്ല. നമ്മളത് അവർക്ക് അതിനുള്ള അനുമതി കൊടുത്താലേ സാധിക്കുകയുള്ളൂ. ഓക്കെ. അപ്പൊ അവർ നിങ്ങളെ വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ ഒരു പരിധിവരെ അത് നിങ്ങളുടെയും തെറ്റാണെന്ന് മനസ്സിലാക്കുക. നമ്മുടെ ജീവിതത്തിൽ വരുന്ന എല്ലാ വ്യക്തികളും നമ്മുടെ സ്വന്തമാകണമെന്നില്ല. എല്ലാ വ്യക്തികളും നമ്മളോട് ലോയൽ ആകണമെന്നില്ല. ചിലപ്പോൾ ചില സന്ദർഭങ്ങളിൽ നമുക്ക് ആശ്വാസം തന്ന വ്യക്തികൾ തന്നെ ഉടനീളം നമ്മുടെ ജീവിതത്തിൽ ആശ്വാസം പകരണമെന്നുമില്ല. അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടും ഡിസിഷൻസ് എടുക്കുക. ഫർദർമോർ നിങ്ങൾക്ക് ക്ലാരിറ്റി വേണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു പെയ്ഡ് പേഴ്സണലൈസ്ഡ് റീഡിംഗ് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇനിയൊരു വീഡിയോ ആയിട്ട് കാണാൻ. ബൈ ബൈ.